بسم الله الرحمن الرحيم ولقد آتينا موسى الكتاب وقفينا من بعده بالرسل وآتينا عيسى ابن مريم البينات وأيدناه بروح القدس أفكلما جاءكم رسول بما لا تهوى أنفسكم استكبرتم ففريقا كذبتم وفريقا تقتلون وقالوا قلوبنا غلف بل لعنهم الله بكفرهم فقليلا ما يؤمنون ولما جاءهم كتاب من عند الله مصدق لما معهم وكانوا من قبل يستفتحون على الذين كفروا فلما جاءهم ما عرفوا كفروا به فلعنة الله على الكافرين بئس ما اشتروا به أنفسهم أن يكفروا بما أنزل الله بغيا أن ينزل الله من فضله على من يشاء من عباده فباءوا بغضب على غضب وللكافرين عذاب مهين وإذا قيل لهم آمنوا بما أنزل الله قالوا نؤمن بما أنزل. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പാലിച്ച് സൂക്ഷിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ വിശ്വപ്രസിദ്ധമായ കിതാബ് തൗഹീദിൽ ബാബു മിനശ്ശിർക്കി അൻ യസ്തഗീസ ബിഗൈരില്ലാഹ് ഔ യദ്ഉവ ഗൈറഹു എന്ന അധ്യായത്തിൽ ആയത്തുകളുടെയും അസറുകളുടെയും വിശദീകരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ബാബു ഖൗലില്ലാഹി തആല അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ എന്ന അധ്യായത്തിൽ നൽകിയതായ ആയത്തുകളുടെയും അസറുകളുടെയും വിവരണവും ഉദ്ദേശവുമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അധ്യായത്തിൽ ഷിർക്കിൻ്റെ നിരർത്ഥകത, അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിൻ്റെ നിരർത്ഥകത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധിക്കപ്പെടുന്നതിൻ്റെ നിരർത്ഥകത,
അതിനുള്ള തെളിവുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ നൽകുന്നത്. ഏതാനും തെളിവുകൾ. ബാബു ഖൗലില്ലാഹി തആല, അള്ളാഹുവിൻ്റെ വചനം, അതിനെക്കുറിച്ച് ഉണർത്തുന്ന അധ്യായം. എന്താണ് വചനം? അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ വലാ യസ്തതിഊന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ. ഇവിടെ അല്ലാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിൻ്റെ, ഷിർക്കിൻ്റെ നിരർത്ഥകതക്കുള്ള ഒരു തെളിവാണ് ഈ അധ്യായത്തിൻ്റെ പേര് തന്നെ. അതൊരായത്തിലൂടെ വിശദീകരിക്കുകയാണ്. അയുശ്രികൂൻ, അവർ പങ്കു ചേർക്കുകയാണോ, ഷിർക്ക് വെക്കുകയാണോ, മാ ലാ യഖ്ലുഖു ശൈഅൻ, യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ലാത്തതിനെ, വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ സൃഷ്ടിക്കപ്പെട്ടവരുമാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട അവസ്ഥയിലാണ് ആരാധിക്കപ്പെടുന്നവർ. അവർ യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ല. അങ്ങനെയുള്ളവരെ അവർ ബഹുദൈവ വിശ്വാസികൾ പങ്കു ചേർക്കുകയാണോ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ولا يستطيعون لهم نصرا ولا أنفسهم ينصرون. ولا يستطيعون لهم, അവർക്ക് സാധിക്കുകയില്ല, നസ്രൻ, സഹായിക്കുവാൻ, വല അൻഫുസഹും യൻസുറൂൻ, അവരെ തന്നെയും താങ്ങുകയോ സഹായിക്കുകയോ ചെയ്യില്ല. അപ്പോൾ ഇവിടെ ഈ ആയത്തിൽ പടപ്പുകൾ ഒരിക്കലും അള്ളാഹുവിന് ശരീക്കാവുകയില്ല. കാരണം എന്താ? മഖ്ലൂഖ് ഖാലിഖിനോട് ഒരിക്കലും ശരീക്കാകുവാൻ യോഗ്യനല്ല. കാരണം മഖ്ലൂഖ് സൃഷ്ടിയാണ്. അവൻ യാതൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഖാലിഖായവനോട് ഒരിക്കലും ശരീക്കാകുവാൻ മഖ്ലൂഖ് ഏതാവട്ടെ, മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, ആരാകട്ടെ, അവർ യോഗ്യരല്ല. യാതൊന്നും അവർ പടച്ചിട്ടില്ല, അവർ തന്നെയും പടക്കപ്പെട്ടവരാണ്. അങ്ങനെയുള്ളതിനെയാണോ ഷിർക്ക് വെക്കുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അപ്പോൾ ഷിർക്ക് വെക്കുന്നവരുടെ നിരർത്ഥകതയാണ് ഇത് അറിയിക്കുന്നത്. ആയത്തിൻ്റെ മറ്റേ ഭാഗം, അല്ലെങ്കിൽ രണ്ടാമത്തെ ആയത്ത്, അതിൽ വലാ യസ്തതിഊന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ, മഖ്ലൂഖ് ആരാധിക്കപ്പെടുന്നതിൻ്റെ നിരർത്ഥകത അറിയിക്കുകയാണ്. അവർക്ക് സഹായിക്കുവാൻ സാധിക്കുകയില്ല, സ്വന്തത്തെ തന്നെ സഹായിക്കുവാൻ, അല്ല വലാ അൻഫുസഹും യൻസുറൂൻ, അവർ സഹായിക്കുകയില്ല എന്നാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ട, യാതൊന്നും സൃഷ്ടിച്ചിട്ടില്ലാത്ത, സഹായിക്കാനാവാത്ത, സ്വന്തത്തെ പോലും സഹായിക്കാനാവാത്ത മഖ്ലൂഖ് എങ്ങനെ അള്ളാഹുവിന് ശരീക്കാകും, പങ്കാളിയാകും? ഒരിക്കലും പങ്കാളിയാവുവാൻ യോഗ്യമല്ല, പങ്കാളിയാവുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളുടെ ബുദ്ധിയെ ഉണർത്തുകയാണ്, ഷിർക്കിൻ്റെ നിരർത്ഥകതക്കുള്ള തെളിവ് ഉന്നയിക്കുകയാണ്, അവതരിപ്പിക്കുകയാണ്. ഇതിനു വേണ്ടിയാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ വചനത്തെ ഇവിടെ കൊണ്ടുവന്നത്. അടുത്ത വചനം, വഖൗലില്ലാഹി തആല വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലികൂന മിൻ ഖിത്മീർ ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർകിക്കും വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവോടൊപ്പം
നിങ്ങൾ ദുആ ഇരക്കുന്നവർ മാ യംലികൂന മിൻ ഖിത്മീർ, മാ യംലികൂൻ അവർ ഉടമപ്പെടുത്തിയിട്ടില്ല അല്ലെങ്കിൽ ഉടമപ്പെടുത്തുന്നില്ല, മിൻ ഖിത്മീർ. മിൻ ഖിത്മീർ എന്ന് പറഞ്ഞാൽ, ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പന കുരുവിൻ്റെ പുറത്തുള്ള പാടയാണ്. അപ്പം ഈത്തപ്പന കുരുവിൻ്റെ പുറത്തുള്ള പാട എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ സംഗതിയാണ്. അതുപോലും അള്ളാഹുവോടൊപ്പം ദുആ ഇരക്കപ്പെടുന്നവർ, അള്ളാഹു അത്തരം ദുആ ഇരക്കുന്ന ആളുകളോട് പറയുന്നത്, നിങ്ങൾ ദുആ ഇരക്കുന്നവർ ആരോ അവർ അതുപോലും ഉടമപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്നവർ, ദുആ ഇരക്കപ്പെടുന്നവർ, അവരുടെ കഴിവുകേട്, അശക്തത, ദുർബലത അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. മാ യംലികൂൻ എന്ന് പറഞ്ഞാൽ കർത്തൃത്വം നിർവഹിക്കുവാനും അതേപോലെ തന്നെ വിധിക്കുവാനും ഒക്കെ കഴിയും വിധമുള്ള മിൽക്ക് ഇസ്തിഖ്ലാൽ, സ്വതന്ത്രമായിട്ടുള്ള ഉടമസ്ഥത, അതൊരിക്കലും ഒരു പടപ്പിനുമില്ല. വിശിഷ്യ ആളുകൾ അള്ളാഹുവോടൊപ്പം ദുആ ഇരക്കുന്നവർ, മനുഷ്യർ ഈ ദുനിയാവിൻ്റെ പരപ്പിൽ കാണുന്ന നിസ്സാര വസ്തുക്കൾ പോലും, അതിൽ പോലും മിൽക്കില്ല, ഉടമസ്ഥതയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈത്തപ്പനക്കുരുവിൻ്റെ അതിനെ പൊതിഞ്ഞു നിൽക്കുന്നതായ പാട. എത്ര ചെറുതാണ്, എത്ര നിസ്സാരമാണ്, അതുപോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതാണ് ആ ദുആ ഇരക്കപ്പെടുന്ന ആളുകളുടെ അവസ്ഥ. അവർക്ക് യാതൊരു മിൽക്കുമില്ല, യാതൊരു തസറുഫുമില്ല, സ്വതന്ത്രമായിട്ടുള്ള എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. അപ്പോൾ ഇതെന്തിനുള്ള തെളിവാണ്? ഇത് ഷിർക്കിൻ്റെ നിരർത്ഥതക്ക് ഉള്ള തെളിവാണ്. അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിൻ്റെ നിരർത്ഥകത, അതിനുള്ള തെളിവാണ് ഇവിടെ ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവരുന്നത്. എന്നിട്ട് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ മസ്തജാബു ലക്കും, അവർ കേട്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് അവർ കേട്ടുത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, അന്ത്യനാളിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഷിർക്കിനെ അവർ നിഷേധിക്കും. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞനായ ഖബീറായ അള്ളാഹുവിനെ പോലെ നിനക്ക് വിവരം നൽകുന്നവർ ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പടപ്പുകളെ ഉണർത്തുകയാണ്. എന്തിന്? അള്ളാഹ്ക്കാണ് സൂക്ഷ്മമായി എല്ലാം അറിയുക, കാര്യങ്ങളെല്ലാം സസൂക്ഷ്മം അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിർക്കിൻ്റെ നിരർത്ഥകതയെ അറിയിക്കുന്ന, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിൻ്റെ അപകടവും അതേപോലെ തന്നെ അതിൻ്റെ നിരർത്ഥകതയും അറിയിക്കുന്ന ഇത്തരം തെളിവുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുന്നു. വിശുദ്ധ ഖുർആനിൽ ധാരാളം വചനങ്ങൾ ഈ ആശയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ വയക്ഷിഫു സ്സൂ വയജ്അലുകും ഖുലഫാഅൽ അർദ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. നിർബന്ധിതനെ ഉത്തരമേകുന്ന, അമ്മൻ യുജീബുൽ മുദ്ദറ ഇദാ ദഅ, നിർബന്ധിതൻ ദുആ ചെയ്താൽ അവന് ഉത്തരമേകുന്ന, വയക്ഷിഫു സ്സൂ ദുരിതം നീക്കുന്ന, വയജ്അലുകും ഖുലഫാഅൽ അർദ് ഭൂമിയിൽ നിങ്ങളെ ഖുലഫാ ആക്കി നിശ്ചയിച്ച, അങ്ങനെയുള്ള അള്ളാഹുവാണോ അതല്ല നിങ്ങളുടെ പങ്കാളികളാണോ? ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത് എന്തിനാ? ഇതൊക്കെ ആരാ ചെയ്യണത്? അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾക്കറിയാം. നിർബന്ധിതൻ്റെ വിളിക്ക് ഉത്തരമേകുന്നത് അള്ളാഹുവാണ്, ദുരിതം പോക്കുന്നവൻ അള്ളാഹുവാണ്, ഭൂമിയിൽ ഖുലഫ ആയി നിശ്ചയിക്കുന്നവൻ അള്ളാഹുവാണ്. അതവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. അതേപോലെ അമ്മൻ യഹ്ദീകും ഫീ ദുലുമാത്തിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് മാർഗം കാണിക്കുന്നവൻ ആരാണ്? വമൻ യുർസിലു റിയാഹ ബുശ്റൻ ബൈന യദി റഹ്മതി,
മഴയാകുന്ന അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് മുന്നോടിയായി സന്തോഷവാർത്തയായിക്കൊണ്ട് കാറ്റിനെ നിയോഗിച്ചയക്കുന്നവൻ ആരാണ്? അള്ളാഹുവാണോ? അതല്ല ആളുകൾ പങ്കുചേർക്കുന്നവരാണോ? അള്ളാഹുവിൽ പങ്കുചേർത്തിരുന്നവർക്ക് സംബന്ധിച്ചിരുന്ന സംഗതിയാണ് കാറ്റിനെ നിയോഗിക്കുന്നതും. ദുലുമാത്തുൽ ബർരി വൽ ബഹർ, കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ മാർഗം കാണിക്കുന്നവനും അള്ളാഹുവാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് ആ ഇലാഹും മഅല്ലാഹ്, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നവരുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. തആല അല്ലാഹ് അമ്മാ യുശ്രികൂൻ അമ്മൻ യബ്ദഉൽ ഖൽഖ് സുമ്മ യുഈദുഹു വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അ ഇലാഹും മഅല്ലാഹ് ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ. അമ്മൻ യബ്ദഉൽ ഖൽഖ്, സൃഷ്ടിപ്പ് തുടങ്ങുന്നവൻ ആരാണ്? സുമ്മ യുഈദുഹു, പുനഃസൃഷ്ടി പിന്നീട് നടത്തുന്നവൻ. വമൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ്, വാനങ്ങളിലും ഭൂമിയിലും നിങ്ങൾക്ക് ഉപജീവനം നൽകുന്നവൻ ആരാണ്? സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അതേപോലെ പുനഃസൃഷ്ടി നടത്തുന്നത് അള്ളാഹുവാണ്. വാനങ്ങളിലും ഭൂമിയിലും റിസ്കേകുന്നവൻ അള്ളാഹുവാണ്. ഇത് സമ്മതിക്കുന്ന ആളുകളോട് ചോദിക്കുകയാണ്, ഇലാഹുമ്മ അള്ളാഹ്, അള്ളാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്ന വല്ലവരുമുണ്ടോ? ഖുൽ ഹാതു ബുർഹാനകും ഇൻ കുൻതും സാദിഖീൻ, നിങ്ങൾ സത്യവാന്മാരാണ് എങ്കിൽ നിങ്ങളുടെ ബുർഹാൻ, തെളിവുകൾ കൊണ്ടുവരൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പം ഇങ്ങനെ ധാരാളം ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ പങ്കുചേർക്കുന്ന ആളുകളോട് ചോദിച്ചതായി. പക്ഷേ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് ദുആ ഇരക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രമാണം കൊണ്ടുവരാനുണ്ട്, തെളിവ് കൊണ്ടുവരാനുണ്ടോ? വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ ലാ ബുർഹാന ലഹു ബിഹി ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖർ, അള്ളാഹുവോടൊപ്പം മറ്റൊരു ആരാധ്യനെ ദുആ ഇരക്കുന്നവൻ ലാ ബുർഹാന ലഹു ബിഹി, അവൻ അതിന് യാതൊരു പ്രമാണവും ഇല്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നത്. അപ്പം ബഹുദൈവ വിശ്വാസികൾക്ക്, അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവർക്ക്, അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ വിളിച്ചു ദുആ ഇരക്കുന്നവർക്ക് യാതൊരുവിധ തെളിവും ഇല്ല എന്നുള്ളതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ശിർക്ക് തീർത്തും നിരർത്ഥകമാണ്. അള്ളാഹുവോടൊപ്പം മറ്റുള്ളവരെ പങ്കുചേർക്കുന്നത് തീർത്തും നിരർത്ഥകമാണ്. അതിൻ്റെ തെളിവുകൾ ധാരാളമായി നമുക്ക് വേറെയും കാണുവാൻ സാധിക്കും. ഇനി ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഏതാനും അസറുകളാണ് കൊടുക്കുന്നത്. ഏതിൻ്റെ വിഷയത്തിൽ? ശിർക്ക് നിരർത്ഥകമാണ്, അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നത് നിരർത്ഥകമാണ് എന്നതറിയിക്കുന്ന വിഷയത്തിൽ. ഈ അസറുകൾ അറിയിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധിക്കപ്പെടുന്നത്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു ദുആ ഇരക്കപ്പെടുന്നത് നിരർത്ഥകമാണ് എന്നുള്ളതിനെ സ്ഥാപിക്കുന്ന നിലക്കാണ്. എന്തുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സയ്യിദു വലദി ആദമാണ്, ആദം സന്തതികളുടെ സയ്യിദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഷ്റഫുൽ അംബിയാ വൽ മുർസലീൻ, നബിമാരിൽ മുർസലീങ്ങളിൽ അത്യുത്തമനാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാതമുൻ നബിയീൻ, നബിമാരിൽ അവസാനത്തെ കണ്ണിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അന്ത്യനാളിൽ ആദ്യമായി ഖബർ പിളർന്ന് ഉയർത്തെഴുന്നേൽക്കുന്നവൻ. അതേപോലെ തന്നെ അവ്വലു ഷാഫിഈൻ വ മുശഫ്ഫ, ശുപാർശക്ക് ആദ്യം അനുവാദം നൽകപ്പെടുന്നവനും ആദ്യമായി ശുപാർശ പറയുന്നവനും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അന്ത്യനാളിൽ ആദ്യമായി സ്വർഗത്തിൽ അതിൻ്റെ കവാടം മുട്ടി പ്രവേശിക്കുന്നവൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അപ്പം നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൃഷ്ടികളിൽ അത്യുത്തമനായിരിക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാധിക്കപ്പെടുക, ദുആ ഇരക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അതുവരെ പാടുള്ളതല്ല. അങ്ങനെ ആരാധിക്കപ്പെടുന്നതും വിളിച്ചു ദുആ ഇരക്കപ്പെടുന്നതും നിരർത്ഥകമാണ്. അതിന് തെളിവുകളുണ്ട്. അപ്പോൾ ഈ തെളിവുകൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ വിളിച്ചു ദുആ ഇരക്കപ്പെടാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ട് എങ്കിൽ അത് നിരർത്ഥകമാണ് എന്ന് ഈ തെളിവുകളിലൂടെ ബോധ്യപ്പെടും. അതിനാലാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അസറുകൾ നൽകിയത്. ഇൻഷാ അല്ലാഹ് അത് മനസ്സിലാകുമ്പോൾ നമുക്കതിൽ നൽകപ്പെട്ടതിലെ യുക്തി ബോധ്യപ്പെടും.
എന്താ വഫി സഹീഹ് عن أنس رضي الله عنه قال شج النبي صلى الله عليه وسلم يوم أحد وكسرت رباعيته فقال كيف يفلح قوم شجوا نبيهم فنزلت ليس لك من الأمر شيء. وفيه عن ابن عمر رضي الله عنهما أنه سمع رسول الله صلى الله عليه وسلم يقول إذا رفع رأسه من الركوع في الركعة الأخيرة من الفجر اللهم لعن فلانا وفلانا بعدما يقول سمع الله لمن حمده ربنا ولك الحمد فأنزل الله ليس لك من الأمر شيء. وفي رواية يدعو على صفوان بن أمية وسهيل بن عمرو والحارث بن هشام فنزلت ليس لك من الأمر شيء. ഈ അസറുകൾ അത് വിശദീകരിച്ചതിന് ശേഷം ഒരു അസർ കൂടി ബാക്കിയുള്ളതിലേക്ക് നമുക്ക് വരാം. വഫി സഹീഹ്, സഹീഹിലുണ്ട് ഇമാം ബുഖാരി തഅലീഖായിട്ട് നൽകിയ ഒരു അസർ ഇപ്രകാരമുണ്ട്. ഇമാം അഹ്മദ് മുസ്നദിലും ഇമാം തുർമുദി സുനനിലും നൽകിയിട്ടുള്ളതായ ഹദീസാണിത്. എന്താ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നാണ് റിപ്പോർട്ട്. ഖാല, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ശുജ്ജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹുദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉഹുദ് ദിനം, ഉഹുദ് യുദ്ധ ദിനം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തലക്കും മുഖത്തും മുറിവേറ്റു. ഷജ്ജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? തലയിൽ പൊട്ടേൽക്കുക, മുഖത്ത് മുറിവേൽക്കുക, പൊട്ടേൽക്കുക. ഇതിനാണ് ഷജ്ജ് എന്ന് പറയുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശിരസിലും പൂമുഖത്തും ഉഹദ് യുദ്ധത്തിൽ മുറിവേറ്റിരുന്നു. അതിനെക്കുറിച്ചാണ് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. വകുസിറത്ത് റുബാഇയത്തുഹു, തിരുനബിയുടെ റുബാഇയത്ത് പൊട്ടി. എന്താ റുബാഇയത്ത് എന്ന് പറഞ്ഞാൽ? മുൻനിരയിലുള്ള ഒരു പല്ലാണ്, കോമ്പല്ലിനും മുൻപല്ലിനും ഇടയിലുള്ള പല്ല്, അത് പൊട്ടി ഉഹുദിൽ. ഫഖാൽ, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൈഫ യുഫ്ലിഹു ഖൗമുൻ ഷജ്ജു നബിയഹും. കൈഫ യുഫ്ലിഹു ഖൗമുൻ, എങ്ങനെയാണ് ഒരു ജനവിഭാഗം വിജയിക്കുക? ഷജ്ജു നബിയഹും, അവർ തങ്ങളുടെ പ്രവാചകനെ നബിയെ തലയിലും മുഖത്തും മുറിവേൽപ്പിച്ചിരിക്കുന്നു. ഫനസലത്ത്, ഇത് കാരണത്താലാണ് അവതീർണമായത്. ലൈസ ലക മിനൽ അംരി ഷൈ, ലൈസ ലക്, പ്രവാചകരെ നിങ്ങൾക്ക് ഇല്ല, മിനൽ അംരി, കാര്യങ്ങളിൽ, ഷൈഉൻ, ഒന്നും എന്ന് പറഞ്ഞാൽ ലസ്ത തംലികു ഷൈഅൻ മിനൽ അംർ, കാര്യങ്ങളിൽ യാതൊന്നും താങ്കൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അഥവാ വല്ല കാര്യവും താങ്കൾ ഉടമപ്പെടുത്തിയിരുന്നുവെങ്കിൽ സ്വന്തത്തെ സഹായിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയുമായിരുന്നു. ഉഹദ് യുദ്ധദിനം തൻ്റെ അനുചരന്മാരെ സഹായിക്കുവാൻ കഴിയുമായിരുന്നു. ഉഹദിൽ മുസ്ലിമീങ്ങൾക്കും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഏറ്റതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഏൽക്കുമായിരുന്നില്ല. അപ്പോൾ അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉണർത്തുന്നത്. അപ്പോൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തലയിൽ വെട്ടേറ്റു. അബ്ദുല്ലാ ഇബ്നു ഖമിഅ എന്ന് പറയുന്ന ലഅനഹുല്ലാഹ് ഒരു മുശ്രിക്, നജസ്, അവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞ് തിരുനബിയുടെ തലയിലും അതേപോലെ കഴുത്തിലൊക്കെ വെട്ടാൻ ശ്രമിച്ചത്. മറ്റ് മുശ്രിക്കുകളും ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അബ്ദുല്ലാ ഇബ്നു ഖമിഅ എന്ന് പറയുന്ന ഈ നീചനാണ് അതിന് ശ്രമിച്ചത്. അങ്ങനെ റസൂലുള്ളാഹിന്റെ ഷറഫാക്കപ്പെട്ട ശിരസിൽ മുറിവ് വീണു, തിരുമുഖത്തും മുറിവേറ്റു, രക്തം വാർന്നൊലിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിണമൊലിക്കുന്ന തൻ്റെ പൂമുഖത്തെയും അതേപോലെ ശിരസിനെയും സാക്ഷിയാക്കിയാണ് പറയുന്നത്, സ്വന്തം പ്രവാചകരെ, തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയെ മുറിവേൽപ്പിച്ച ഒരു ജനത എങ്ങനെ വിജയം വരിക്കാനാണ്? അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലൈസ ലക മിനൽ അംർ ഷൈ, നിങ്ങളൊരു കാര്യവും ഉടമപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉടമപ്പെടുത്തിയിരുന്നുവെങ്കിൽ ഉഹദിൻ്റെ അപകടത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരുന്നു, നിങ്ങളുടെ അനുചരന്മാരെ രക്ഷപ്പെടുത്തുകയും ചെയ്യാമായിരുന്നു. ഉഹദിൽ ശുഹദാക്കൾ 70 ഏകദേശം 70 പേർ തിരുനബിയുടെ അനുചരന്മാർ ഷഹീദായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്ന പിതൃവ്യനാണ്, തിരുനബിയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ്.
ഹംസത്തിൻ്റെ വിയോഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ വേദനിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഹംസത്ത് ചതിപ്രയോഗത്തിലൂടെ ഉഹദിൽ വധിക്കപ്പെടുകയുണ്ടായി. വഹ്ഷി ഇബ്നു ഹർബ് എറിഞ്ഞ ചാട്ടുളി അദ്ദേഹത്തിൻ്റെ പൊക്കിളിലൂടെ പ്രവേശിച്ച് കാലുകൾക്കിടയിലൂടെ പുറത്ത് ചാടി. അങ്ങനെയാണ് ഹംസത്ത് റളിയല്ലാഹു തആല അൻഹു നിലം പതിക്കുന്നത് ഉഹദിൽ. പിന്നീട് അദ്ദേഹത്തിൻ്റെ ശരീരം, ഹംസത്ത് റളിയല്ലാഹുവിൻ്റെ ശരീരം അത് വികൃതമാക്കപ്പെട്ടു. കാതും മൂക്കുമൊക്കെ ചെത്തി വയറ് പിളർത്തപ്പെട്ടു. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതൊക്കെ ഉഹദിൽ സംജാതമായി. അനസ് ബിൻ നദർ തിരിച്ചറിയപ്പെടാൻ കഴിയാത്ത വിധമായിരുന്നു ഉഹദിൽ വികൃതമാക്കപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ എണ്ണമറ്റ വെട്ടുകളും കുത്തുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ചെറുവിരൽ ശേഷിച്ചു. അതറിഞ്ഞുകൊണ്ടാണ് അനസിൻ്റെ പെങ്ങൾ അനസിൻ്റെ ഭൗതിക ശരീരം തിരിച്ചറിഞ്ഞത്. ഇതേപോലെ ധാരാളം സഹാബികൾ വളരെ നിഷ്ഠൂരമായിട്ടാണ് ഉഹദിൻ്റെ മാറിൽ ശുഹദാക്കളായി രക്തസാക്ഷികളായത്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പഠിപ്പിക്കുന്നത് ലൈസ ലക മിനൽ അംരി ഷൈ, താങ്കൾ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല. അങ്ങനെ ഉടമപ്പെടുത്തിയിരുന്നുവെങ്കിൽ സ്വന്തത്തെ രക്ഷപ്പെടുത്താമായിരുന്നു, അനുചരന്മാരെയും രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷെ സ്വന്തത്തിൽ മുറിവേറ്റു, അനുചരന്മാർക്ക് മുറിവേറ്റു, പ്രയാസങ്ങളേറ്റു, പലരും ഷഹീദായി. അപ്പോൾ അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ് ഇന്ന് പല ആവശ്യങ്ങളുടെയും അനിവാര്യതകളുടെയും സന്ദർഭങ്ങളിൽ ആളുകൾ വിളിക്കുന്നത്. ഇപ്പം മുസ്ലിയാക്കന്മാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അന സയ്യിദു വലദി ആദം, ഞാൻ ആദം സന്തതികളുടെ സയ്യിദാണ്, ഞെരുക്കങ്ങളിൽ, പ്രയാസങ്ങളിൽ, വിപൽഘട്ടങ്ങളിൽ ആശ്രയിക്കാനുള്ള നേതാവാണ് എന്ന് പറഞ്ഞിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് ദുആയിരക്കുവാനും തിരുനബിയോട് സഹായം തേടുവാനും അതിന് തെളിവ് പരത്തുന്നത് മുസ്ലിയാക്കന്മാർ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹാലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അതാണ് സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെട്ടത് നമ്മൾ വായിക്കുന്നത്. എത്ര പ്രയാസപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ. അപ്പം അന സയ്യിദു വലദി ആദം എന്ന് പറയുമ്പോൾ എല്ലാ പ്രയാസങ്ങളിലും ഞെരുക്കങ്ങളിലും ക്ലേശങ്ങളിലും ദുരിതങ്ങളിലും ലോകർക്ക് ആശ്രയിക്കുവാനും തേടുവാനും അഭ്യർത്ഥിക്കുവാനുമുള്ള വ്യക്തിത്വമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെങ്കിൽ ഈ ആയത്തിന് എന്താ മുസ്ലിയാക്കന്മാർ മറുപടി അറിയാം? ഈ ആയത്തിറങ്ങിയ ഒരു അവതരണ പശ്ചാത്തലം ഉണ്ടല്ലോ, അതാണല്ലോ ഫനസലത്ത്, അത് കാരണത്താലാണ് ഈ ആയത്തിറങ്ങിയതെന്ന് ഇമാം ബുഖാരിയൊക്കെ പറയണത്, അല്ലെങ്കിൽ അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പം അനസ് റളിയല്ലാഹു തആല അൻഹു ഈ പറയുന്നതിന് എന്തായിരിക്കും മുസ്ലിയാക്കന്മാർ മറുപടി അറിയാം? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നമ്മൾ പറഞ്ഞ്, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരോട് അതിന് തെളിവ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ ബുർഹാന ലഹു ബിഹി, അവർ അല്ലാഹു അല്ലാത്തവരോട് ദുആയിരക്കുന്നതിന് അവർക്ക് യാതൊരു പ്രമാണവും ഇല്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അവർക്ക് പ്രമാണമല്ല. പിന്നെയോ ഇങ്ങനത്തെ ദുർവ്യാഖ്യാനങ്ങളും കസർത്തുകളും മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ഇനി അടുത്ത അസർ എന്താ അസറിൽ പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണത്. വഫീഹി, അതായത് ഫി സഹീഹുൽ ബുഖാരിയിലുണ്ട്, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് എന്താണ്, അന്നഹു സമിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അദ്ദേഹം കേട്ടു. എപ്പോൾ ഇദാ റഫഅ റഅസഹു മിനർ റുകൂ, റുകൂയിൽ നിന്ന് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ തല ഉയർത്തിയാൽ, ഫിർ റക്അത്തിൽ അഖീറ മിനൽ ഫജ്ർ, ഫജ്ർ നമസ്കാരത്തിലെ ഒടുക്കത്തെ റക്അത്തിൽ, ഫജ്ർ നമസ്കാരത്തിൽ ഒടുക്കത്തെ റക്അത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഇബ്നു ഉമർ കേട്ടത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ? അല്ലാഹുമ്മൽ അൻ ഫുലാനൻ വ ഫുലാന, അല്ലാഹുവേ ഇന്നിന്നവരെ നീ ശപിക്കണമേ, ഇന്ന വ്യക്തിയെയും ഇന്ന വ്യക്തിയെയും നീ ശപിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എപ്പോൾ? ഇബ്നു ഉമർ പറയണം ബഅദമാ യഖൂൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിൽ പിന്നെ. എന്ത് പറഞ്ഞതിൽ പിന്നെ? സമി അല്ലാഹു ലിമൻ ഹമിദഹു റബ്ബന വലക്കൽ ഹംദ്. റുകൂയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല ഉയർത്തുമ്പോഴാണ് അല്ലാഹുമ്മൽ അൻ ഫുലാനൻ വ ഫുലാനൻ എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി ദുആ ചെയ്തിരുന്നത്. അതെപ്പോഴാണ്? സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞതിൽ പിന്നെയാണ്. അപ്പോൾ റുകൂയിൽ നിന്ന് തല ഉയർത്തുമ്പോൾ നമ്മളെന്താ പറയാ? സമി അല്ലാഹു ലിമൻ ഹമിദ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറയും. എന്നിട്ടാണ് എഴുത്തിദാലിലെ ദുആ ചെയ്യുക, ഹംദിൻ്റെ വചനങ്ങൾ ചൊല്ലുക.
ഇവിടെ സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് അങ്ങനെ റിപ്പോർട്ടുണ്ട്. റബ്ബനാ ലക്കൽ ഹംദ് എന്ന റിപ്പോർട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബനാ വലക്കൽ ഹംദ് എന്ന റിപ്പോർട്ടുണ്ട്. അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് എന്നും റിപ്പോർട്ടുണ്ട്. 4 രീതിയിൽ ഈ റബ്ബനാ വലക്കൽ ഹംദ് അതിൻ്റെ സീഗ വന്നിട്ടുണ്ട്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമിഅല്ലാഹു ലിമൻ ഹമിദ റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലിയതിൽ പിന്നെ അല്ലാഹുമ്മ ലഅൻ ഫുലാനൻ വ ഫുലാനൻ, അല്ലാഹു ഇന്നിന്നവരെ നീ ശപിക്കണമേ എന്ന് ദുആ ചെയ്തിരുന്നു. നാസിലത്തിൻ്റെ ഖുനൂത്താണ്. മുസ്ലിമീങ്ങൾക്കൊരു വിപത്ത് വന്നിറങ്ങിയാൽ ആ വിപത്ത് മുസ്ലിമീങ്ങൾക്ക് സമ്മാനിച്ചവർക്കെതിരിൽ നിർവഹിക്കുന്നതായ ദുആ, അതാണ് നാസിലത്തിൻ്റെ ഖുനൂത്ത്. അപ്പോൾ ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർവഹിച്ചപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅൻസലല്ലാഹു, ഈ സമയത്താണ് അള്ളാഹു അവതരിപ്പിച്ചത്, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, കാര്യങ്ങളിൽ നിന്ന് യാതൊന്നും നിങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല. ലൈസ ലക മിനൽ അംരി, കാര്യങ്ങളിൽ നിങ്ങൾക്കില്ല. ലക്ക എന്നുള്ളടത്ത് ലാമ് മിൽക്കിൻ്റെ ലാമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഉടമപ്പെടുത്തുന്നില്ല. ലാ തംലിക്കു എന്ന മാനയിൽ പറഞ്ഞത്, ലാ തംലിക്കു എന്നർത്ഥത്തിൽ. ലൈസ ലക മിനൽ അംരി ഷൈഉൻ, യാതൊന്നും നിങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല എന്നർത്ഥം വരുന്ന ഈ വചനത്തെ അള്ളാഹു അവതരിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒന്നുകൂടി വ്യക്തമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാതൊന്നും ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു ദുആ ഇരക്കുന്ന, അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം മിൽക്കാക്കിയ ഉടമപ്പെടുത്തിയ കാര്യങ്ങൾ, അള്ളാഹുവിന് മാത്രം കഴിയുന്നതായ അള്ളാഹുവിൻ്റെ കുദരത്തുള്ള കാര്യങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുക, തിരുനബിയെ വിളിക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര നിരർത്ഥകമാണ്. അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിൻ്റെ, ദുആ ഇരക്കപ്പെടുന്നതിൻ്റെ നിരർത്ഥകതക്കുള്ള തെളിവ് കൊണ്ടുവരികയാണ്. വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കപ്പെടുന്നതിൻ്റെ നിരർത്ഥകതയെ അറിയിക്കുന്ന തെളിവ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്. ഇനി അടുത്ത റിപ്പോർട്ട് ഇതിൻ്റെ വഫി റിവായത്തിൻ, മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, യദൂ അലാ സഫ്വാന ബിനി ഉമയ്യത വസുഹൈൽ ബിനി അംറിൻ വൽ ഹാരിസ് ബിനി ഹിഷാം ഫനസലത് ലൈസ ലക മിനൽ അംരി ഷൈ. ഇത് ഇമാം ബുഖാരിൻ്റെ സഹീഹിലുള്ളതാണ്, തഅലീഖായിട്ടുള്ള റിപ്പോർട്ട്. ഇമാം തുർമുദിയും അഹ്മദൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ യദൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നിന്ന വ്യക്തികൾക്കെതിരിൽ ദുആ ചെയ്തു എന്നാണ് ആദ്യത്തെ റിപ്പോർട്ടിലുള്ളത്. ബുഖാരിൻ്റെ സഹീഹിലുള്ള മുസ്നദായ റിപ്പോർട്ടിലുള്ളത്. ഇനി മുഅല്ലഖായ റിപ്പോർട്ടിൽ ഉള്ളത് എന്താണെന്നറിയോ? യദൂ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു അലാ സഫ്വാൻ ബിൻ ഉമയ്യ, യദൂ അലാ സഫ്വാനി ബിൻ ഉമയ്യ, അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ സഫ്വാന എന്നാണ് വായിച്ചത്, സഫ്വാനി ബിൻ ഉമയ്യ. യദൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു അലാ സഫ്വാന, സഫ്വാനെതിരിൽ, സഫ്വാന തന്നെയാണ്, ഇബ്നു ഉമയ്യ എന്നുള്ളത് ബദലാണ്, മുദാഫുൻ ഇലൈഹി അല്ല, അതുകൊണ്ട്. അപ്പോൾ യദൂ അലാ സഫ്വാന, സഫ്വാനെതിരിൽ ദുആ ചെയ്തു. ആരെ? സഫ്വാൻ ഇബ്നു ഉമയ്യ, ഉമയ്യൻ്റെ മകനാണ്. അപ്പോൾ ഇബ്നു ഉമയ്യയായ സഫ്വാനെതിരിൽ റസൂലുള്ളാഹി ദുആ ചെയ്തു. അതേപോലെ വസുഹൈൽ ബിൻ അംറിൻ, സുഹൈൽ ബിൻ അംറിനെതിരിലും ദുആ ചെയ്തു. അതേപോലെ വൽ ഹാരിസ് ബിൻ ഹിഷാം, ഹാരിസ് ബിൻ ഹിഷാമിനെതിരിലും റസൂലുള്ളാഹി ദുആ ചെയ്തു. ഇവരൊക്കെ ഉഹദിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും എതിരിൽ ആയുധമേന്തിയവരാണ്. അപ്പോൾ അവർക്കെതിരിൽ ദുആ ചെയ്തു എന്നാണ്. ഈ 3 പേരുടെയും പ്രത്യേകത, ഇവർ 3 പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. സഫ്വാനും സുഹൈലും ഹാരിസും, അൽ ഹാരിസും പിന്നീട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്കെതിരിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് നിർവഹിച്ചത്, ദുആ ചെയ്തത്. ഫനസലത്ത്, അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയത്, അത് കാരണത്താലാണ് ഇറക്കിയത്, ലൈസ ലക മിനൽ അംരി ഷൈഉൻ, കാര്യങ്ങളിൽ യാതൊന്നും നിങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞത്, ഖുനൂത്തിനെ വിരോധിച്ചത്. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 ആളുകൾക്കെതിരിൽ ദുആ ചെയ്തു. ഇവർ പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിൽക്കാലത്ത് ഇവർ എൻ്റെ ശിഷ്യന്മാരാകും എന്നതറിഞ്ഞിരുന്നുവെങ്കിൽ, ദീൻ ഉൾക്കൊണ്ട് ദീനിൻ്റെ കാവലാളുകളാകും എന്നുള്ളത് അറിഞ്ഞിരുന്നുവെങ്കിൽ അവർക്കെതിരെ ശപിക്കുമോ? അവരെ എതിരിൽ ശപിച്ച് ദുആ ചെയ്യുമോ?
അവർ അള്ളാഹുവിൻ്റെ ശാപത്തിന് ഇരയാക്കുന്ന രീതിയിൽ ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭാവി അറിയില്ല, ഗൈബ് അറിയില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കപ്പെടുക, ആരാധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. അതിനുള്ള തെളിവാണ്, ഒരു തെളിവ് കൂടിയാണ് ഇത്. ഇവർക്കെതിരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുഹൈലിനും സഫ്വാനും അൽ ഹാരിസിനും എതിരിൽ റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈസ ലക മിനൽ അംരി ഷൈഉൻ എന്ന് പറഞ്ഞ് എന്നായത്ത് അവതീർണമാക്കി. കാര്യങ്ങളിൽ യാതൊന്നും നിങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ ഈ അസറുകൾ നടത്തിയത് വളരെ കൃത്യവും വളരെ സൂക്ഷ്മവും അദ്ദേഹത്തിൻ്റെ ആ ദീനിലുള്ള പാണ്ഡിത്യത്തിൻ്റെ തെളിവ് കൂടിയാണ് ഇത് അറിയിക്കുന്നത്. ആദ്യം അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നതിൻ്റെ ഷിർക്കിൻ്റെ നിരർത്ഥകത അറിയിക്കുന്നതിന് തെളിവ് കൊടുത്ത് രണ്ടായത്ത്. എന്നിട്ട് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നുണ്ട്, അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ആരാധിക്കപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ഇരക്കപ്പെടുന്നു. സഹായാർത്ഥന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഷ്റഫുൽ ഖൽഖാണ്, അതേപോലെ തന്നെ സയ്യിദ് വലദി ആദമാണ്. ഇങ്ങനെ കുറേ ന്യായങ്ങളുണ്ട്. അപ്പോൾ ആരാധനയും പ്രാർത്ഥനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർഹിക്കുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹുവിൽ ശിർക്ക് വെക്കുക എന്നുള്ളത് നിരർത്ഥകമാണ്. അതിൻ്റെ തെളിവുകളാണ് കൂടുതലായിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി എടുത്ത് നൽകുന്നത്. ഇനി ആ വിഷയത്തിൽ അവസാനത്തെ അസർ ഷെയ്ഖ് നൽകിയത് വഫീഹി അൻ അബി ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല قال رسول الله صلى الله عليه وسلم حين أنزل عليه وأنذر عشيرتك الأقربين فقال يا معشر قريش أو كلمة نحوها اشتروا أنفسكم لا أغني عنكم من الله شيئا يا عباس ابن عبد المطلب لا أغني عنك من الله شيئا يا صفية عمة رسول الله صلى الله عليه وسلم لا أغني عنك من الله شيئا يا فاطمة بنت محمد سليني من مالي ما شئت لا أغني عنك من الله شيئا. ഇതാണ് അവസാനത്തെ അസർ. ഇമാം ബുഖാരി അവിടുത്തെ സഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസ്. വഫീഹി എന്ന് പറഞ്ഞാൽ അതാണ്. വഫി സഹീഹുൽ ബുഖാരിയിലുണ്ട്. ആരിൽ നിന്ന്? അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅല അലിഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്നു. എപ്പോൾ? ഹീന ഉൻസില അലൈഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ. എന്ത്? വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ, വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ എന്ന ആയത്ത്. എന്താ വഅൻദിർ അശീറതക്കൽ അഖ്റബീൻ? വഅൻദിർ, പ്രവാചകരെ നിങ്ങൾ മുന്നറിയിപ്പ് നൽകുക, അശീറതക്കൽ അഖ്റബീൻ, നിങ്ങളുടെ അടുത്ത കുടുംബക്കാർക്ക്. അപ്പോൾ നിങ്ങൾ അടുത്ത കുടുംബക്കാരെ വിളിച്ചിട്ട് അവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെ ഈ ആയത്ത് ഇറക്കിയപ്പോൾ ഫഖാൽ, തിരുനബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഔ കലിമത്തിൻ നഹ്വ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു പ്രയോഗമാണ് തിരുനബി നടത്തിയത്. എന്താ? യാ മഅ്ശറ ഖുറൈശ്, ഖുറൈശി സമൂഹമേ, ഇഷ്തറു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ വാങ്ങുക, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഒന്നും ഉപകരിക്കുകയില്ല. യാ അബ്ബാസു ഇബ്നു അബ്ദുൽ മുത്തലിബ്, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ബാസ്, ലാ ഉഗ്നി അൻക മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി യാതൊന്നും ഉപകരിക്കുകയില്ല. യാ സഫിയത്തു അമ്മത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിയായ സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്ക് ഞാനൊരു ഉപകാരവും ചെയ്യുകയില്ല. യാ ഫാത്തിമത്തു ബിന്തു മുഹമ്മദിൻ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ മകൾ ഫാത്തിമയെ വിളിച്ച് പറയുകയാണ്, സലീനി മിൻ മാലി, സലീനി ഫാത്തിമ, നിങ്ങൾ എന്നോട് ചോദിക്കുക, മിൻ മാലി, എൻ്റെ സ്വത്തിൽ നിന്ന്.
മാ ശൈഇതി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് യാതൊന്നും ഉപകരിക്കുകയില്ല. അപ്പം ഇവിടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൽ രഹസ്യ പ്രബോധന കാലഘട്ടമുണ്ട്. വളരെ രഹസ്യമായിട്ട് എന്ത് ചെയ്തു? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തി. എന്നിട്ട് ആ രഹസ്യ പ്രബോധനത്തിൻ്റെ ദഅവത്ത് അവസാനിക്കുന്നത് ആ സമയത്ത്, അല്ലെങ്കിൽ പരസ്യ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഘട്ടമുണ്ട്. അതാണ് കുടുംബക്കാരെ വിളിച്ചിട്ടുള്ള മുന്നറിയിപ്പ്. ആ ഘട്ടത്തിൽ അവതീർണ ആയത്താണ് വഅൻദിർ അശീറതകൽ അഖ്റബീൻ. ഇത് കഴിഞ്ഞിട്ടാണ് ഫസ്ദഅ ബിമാ തുഅ്മർ വഅറിദ് അനിൽ മുശ്രിക്കീൻ, പരസ്യ പ്രബോധനത്തിനുള്ള ആ കൽപ്പന വരുന്നത്. അപ്പോൾ രഹസ്യ പ്രബോധന കാലഘട്ടത്തിൻ്റെ ഒടുക്കത്തിൽ കുടുംബക്കാരെ വിളിച്ചിട്ടുള്ളതായ ദഅവത്തിന് പറഞ്ഞല്ലോ, അതിനുള്ള ആയത്താണ് വഅൻദിർ അശീറതകൽ അഖ്റബീൻ, അടുത്ത ബന്ധുക്കൾക്ക് മുന്നറിയിപ്പ് നൽകുക. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സഫ മലയുടെ മുകളിലേക്ക് വിളിച്ച് എന്നിട്ട് പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങൾ നിങ്ങളെ വാങ്ങുക, നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുക എന്നതിൻ്റെ അർത്ഥം. ഇഷ്തറു അൻഫുസക്കും ലാ ഉഗ്നി അൻകും മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കായി ഞാൻ ഒരു ഉപകാരവും ചെയ്യാൻ പറ്റൂല. പിന്നെ റസൂലുള്ള കുടുംബത്തിൽ മൊത്തത്തിൽ വിളിച്ചു, ചിലരെ പ്രത്യേകിച്ച് വിളിച്ച്. ചില റിപ്പോർട്ടുകളിൽ അബ്ദു മനാഫിൻ്റെ മക്കളെ വിളിച്ച്, അതേപോലെ തന്നെ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കളെ വിളിച്ച്, ഇങ്ങനെ വേറെ റിപ്പോർട്ടുകളിൽ വേറെ ഇങ്ങനെ പ്രത്യേകമായിട്ട് ചില കുടുംബങ്ങളെ വിളിച്ചത് കാണാൻ സാധിക്കും. വ്യക്തികളെ വിളിച്ചിട്ടുണ്ട് റസൂലുള്ള. അതിൽപ്പെട്ടതാണ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ അബ്ബാസ് എന്നവരെ വിളിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുമ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ മക്കൾ വേറെയുണ്ട്. അബൂ ലഹബ് ഉണ്ട്, ഹംസത്ത് ഉണ്ട്, അബ്ബാസ് ഉണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവരൊക്കെ വിളിച്ചു. അബൂ താലിബ് ഉണ്ട്, അതിൽ അബ്ബാസിനെ പ്രത്യേകം വിളിച്ച്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിൽ റസൂലുള്ളാഹിയുടെ പിതൃവ്യന്മാരിൽ നുബുവത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ച 4 പേരാണ്: അബൂ താലിബും അബൂ ലഹബും ഹംസത്തും അബ്ബാസും. അതിൽ ഹംസയും അബ്ബാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചു, ദീനിനെ സഹായിച്ചു. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചില്ല, ദീനിനെ സഹായിച്ചു, നബിയെ സഹായിച്ചു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്നതായ തൗഹീദ് ഉൾക്കൊണ്ടില്ല. അബൂ ലഹബ് ദീനിനെയും പ്രവാചകനെയും സഹായിച്ചില്ല, ദീൻ ഉൾക്കൊണ്ടതുമില്ല, ദീനിൻ്റെ എതിരിൽ, പ്രവാചകനെതിരിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരിൽ വർത്തിക്കുകയാണ് ഉണ്ടായത് അബൂ ലഹബ്. അതുകൊണ്ട് അബൂ ലഹബിൻ്റെ വിഷയത്തിൽ തബ്ബത് യദ അബീ ലഹബിൻ വതബ് എന്ന ആയത്ത് ഇറങ്ങിയത്. അബൂ താലിബ് വിശ്വസിച്ചില്ല, പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചിട്ടുണ്ട്, സംരക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അബൂ താലിബിൻ്റെ വിഷയത്തിൽ മാ കാന ലിന്നബി വല്ലദീന ആമനു അൻ യസ്തഗ്ഫിറു ലിൽ മുശ്രിക്കീൻ വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം എന്ന ആയത്ത് ഇറങ്ങി റസൂലുള്ളാഹിനോട് ഇസ്തിഗ്ഫാറിനെ വിരോധിച്ച്. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന ആയത്ത് അബൂ താലിബിൻ്റെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച്, പ്രവാചകൻ ഉദ്ദേശിക്കുന്നവരെ പ്രവാചകന് ഹിദായത്തിലാക്കുവാൻ സാധിക്കുകയില്ല എന്ന അർത്ഥത്തിൽ. എന്നാലും അബൂ താലിബ് നരകത്തിൽ ഒരു ഖമറാത്തിലായിരുന്നു, ആഴത്തിലായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കാരണത്താൽ നരകത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരു ദഹ്ദാഹിൽ അബൂ താലിബ് എത്തിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹിൻ്റെ ഷഫാഅത്തിനെ അല്ലാഹു സ്വീകരിച്ചു. പക്ഷേ നരകത്തിൻ്റെ ദഹ്ദാഹിലാണ് അബൂ താലിബിലെങ്കിലും അദ്ദേഹത്തിൻ്റെ തലച്ചോറ് തിളച്ചു മറിയുകയാണ്, ചീനച്ചട്ടിയിൽ വെള്ളം തിളക്കുന്നത് പോലെ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ ഉഗ്നി അൻക മിനല്ലാഹി ശൈഅ, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്യാൻ എനിക്ക് സാധിക്കുകയില്ല. നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തുക, നരകത്തിൽ നിന്ന് സ്വന്തത്തെ രക്ഷപ്പെടുത്തുക എന്നാണ് പറഞ്ഞത്. മറ്റു റിവായത്തുകൾ ഇത് വിശദമായിട്ടുണ്ട്. ഇതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമ്മായിമാരെ വിളിച്ച്, അതിൽ
യാ സഫിയ്യത അമ്മത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ അമ്മായിയായ സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുമേ ഉപകാരം ചെയ്യുകയില്ല. സ്വന്തത്തെ രക്ഷപ്പെടുത്താൻ പറഞ്ഞു. അൻഖിദി നഫ്സകി മിനന്നാർ, നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ സഫിയയെ കുറിച്ചാണ് പരാമർശമുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയായി വരുമ്പോൾ സഫിയയും ആതിക്കയും ജീവിച്ചിരിപ്പുണ്ട്. സഫിയ ബിൻത് അബ്ദുൽ മുത്തലിബ് അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായിയാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൺകുളിർക്കുന്ന രീതിയിൽ വലിയ ഖിദ്മത്തുകൾ നിർവഹിക്കുകയും ചെയ്ത മഹദിയാണ് സഫിയ റളിയല്ലാഹു തആല അൻഹ. ആതിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ദീൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിൽ ചരിത്രത്തിൽ അഭിപ്രായ വ്യത്യാസം നിലവിലുണ്ട്. ആതിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ബദർ യുദ്ധത്തിന് തൊട്ടു മുമ്പായിട്ട് കണ്ട ഒരു സ്വപ്നം പ്രസിദ്ധാണ്. ആതിക്ക ബദർ യുദ്ധം നടക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് കണ്ട സ്വപ്നം, അത് പിന്നെ മലമുകളിൽ നിന്നൊരു പാറ ഉരുണ്ടു വരികയും അത് പിന്നെ താഴ്വാരം ഇടിച്ച് നിരപ്പാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതായൊരു സ്വപ്നമാണ്. ബദർ യുദ്ധാനന്തരം അവർ കണ്ട ഈ സ്വപ്നം ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടാണ് എന്ന് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. കാരണം ബദറിൽ മുശ്രിക്കുകൾക്ക്, മക്കക്കാർക്ക് വലിയ പരാജയവും നഷ്ടവുമാണല്ലോ ഉണ്ടായത്. അത് ഇങ്ങനെയായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ആതിക്കയുടെ അവസാനവും അവർ ദീൻ സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയവും അതിൽ ചരിത്രകാരന്മാർ വ്യത്യസ്ത വീക്ഷണം പിന്നെ വെച്ച് പുലർത്തുന്നവരാണ്. അവർ ദീൻ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇല്ലെന്നും അഭിപ്രായങ്ങൾ കാണുവാൻ സാധിക്കും. ഏതായാലും സഫിയയെ സംബന്ധിച്ചിടത്തോളം റളിയല്ലാഹു അൻഹ അവർ ദീൻ സ്വീകരിച്ച മഹദിയാണ്. എന്താ തിരുനബി പറഞ്ഞത്? ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഅ. അതേപോലെ യാ ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഫാത്തിമ ബിന്തു മുഹമ്മദ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമയെ വിളിച്ചതായിട്ടാണ് ഈ റിപ്പോർട്ടിലുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം തിരുനബിയുടെ മക്കളിൽ ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം എന്നീ ആൺമക്കൾ അവർ കുട്ടികളായിരിക്കെ തന്നെ മരണപ്പെടുകയുണ്ടായത്. ഖാസിമും അബ്ദുള്ളയും തയ്യിബ് താഹിർ എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന അബ്ദുള്ളയും അതേപോലെ ഖാസിമും അവർ പ്രസവിച്ച ഉടനെ തന്നെയാണ് അവരുടെ മരണം. ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ് അത് പിന്നെ കുറച്ചു കാലം ആ കുഞ്ഞ് മാസങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അബൂ സൈഫ് എന്ന് പറയുന്ന ഒരു ഖൈൻ കൊല്ലപ്പണിക്കാരൻ്റെ വീട്ടിൽ മുലകുടിച്ചു വളരുന്നതായ കുഞ്ഞിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർശിക്കാറുണ്ടായിരുന്നു. സഹാബികളോടൊപ്പം പോയിട്ട് ഉസാമ ഇബ്നു സെയ്ദ്, അനസ് എന്നിവരോടൊക്കെ പോയിട്ട് ആ കുഞ്ഞിനെ റസൂലുള്ളാഹി ലാളിക്കാറുണ്ടായിരുന്നു, ഉമ്മ വെക്കാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ആ കുഞ്ഞിനെ സന്ദർശിക്കാൻ വേണ്ടി പോയ വേളയിൽ പിന്നെ ഷെന്നിൽ എന്ന് പറഞ്ഞാൽ തോൽപാത്രത്തിൽ വെള്ളം വിളകിയാടുന്നത് പോലെ കുഞ്ഞിൻ്റെ റൂഹ്, നഫസ് ആത്മാവ് ശരീരത്തിൽ പിടക്കുന്നത് കാണുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കണ്ണ് നനഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരയുകയുണ്ടായി. തിരുനബി ഏറ്റുവാങ്ങിയ കുഞ്ഞ് റസൂലുള്ളാഹിൻ്റെ കയ്യിൽ വെച്ച് മരണപ്പെട്ടു, കയ്യിലായിരിക്കെ മരണപ്പെട്ടു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഇന്നാ അലാ ഫിറാഖിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം, ഇബ്രാഹിം നിങ്ങളുടെ വേർപാടിൽ നമ്മൾ ദുഃഖമുള്ളവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഏതായാലും ആൺകുട്ടികൾ കുട്ടികളായിരിക്കെ തന്നെ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട്. എന്നാൽ സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ ഈ 4 പെൺമക്കളാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കൾ. ഈ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർ ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കുകയും തിരുനബിയെ സത്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. സൈനബ്, റുഖയ്യ, ഉമ്മു കുൽസും, ഫാത്തിമ റളിയല്ലാഹു അൻഹുന്ന അജ്മഈൻ. അപ്പോൾ അവരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ച മകളുടെ പേര് ഈ റിപ്പോർട്ടിലുള്ളത് ഫാത്തിമ ബിന്തു മുഹമ്മദ്. ഫാത്തിമയാണ് റസൂലുള്ളാഹി പ്രത്യേകം ഇവിടെ വിളിച്ചതായിട്ട് ഉള്ളത്. ഏതായാലും സലീനി മിൻ മാലി, ഫാത്തിമയോട് പറയുന്നത് സലീനി ഫാത്തിമ നിങ്ങൾ എന്നോട് ചോദിക്കുക മിൻ മാലി, എൻ്റെ സ്വത്തിൽ നിന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്തിയതാണ് റസൂലുള്ളാഹിൻ്റെ സ്വത്ത്. അത് ചോദിച്ചോ നൽകാം, അത് റസൂലുള്ളാഹിൻ്റെ അടുത്തുള്ളതാണ്. സലീനി മിൻ മാലി മാ ശിഇതി, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ സ്വത്തിൽ നിന്ന് ചോദിക്കുക. പക്ഷേ ലാ ഉഗ്നി അൻകി മിനല്ലാഹി ഷൈഉൻ, അള്ളാഹുവിൽ നിന്ന് ഞാൻ നിങ്ങൾക്കായി ഒന്നും ഉടമപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം ഉടമപ്പെടുത്തിയത് എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് നൽകാനാവൂല. അള്ളാഹു എന്നെ ഏൽപ്പിച്ചതായ എൻ്റെ മിൽക്കിലാക്കിയതായ സ്വത്തുണ്ട്, അത് നൽകാൻ എനിക്കാവും, അത് വേണമെങ്കിൽ
ചോദിച്ചോ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ അസറുകളെല്ലാം അറിയിക്കുന്നത് സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും ആവശ്യങ്ങളിലും വിപൽഘട്ടങ്ങളിലുമൊക്കെ ആശ്രയിക്കുകയും അവലംബിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് തേടുകയും സഹായമർത്ഥിക്കുകയും ദുആയിരക്കുകയും ചെയ്യുന്നതായ ആളുകൾ തങ്ങളുടെ ഈ ഇബാദത്തിലൂടെ, ആരാധനയിലൂടെ അള്ളാഹുവിൽ പങ്കുവെക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടമപ്പെടുത്താത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു. അപ്പോൾ ഈ തിരുമൊഴികൾ, ഈ അസറുകൾ അത്തരം ഷിർക്കിൻ്റെ ബുത്ലാൻ, നിരർത്ഥകതയാണ് അറിയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവർ അവരകപ്പെട്ട നിരർത്ഥകതയാണ് അറിയിക്കുന്നത്, അതിൻ്റെ തെളിവുകളാണ് നിരത്തുന്നത്. വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ആരാധിക്കുന്ന, വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെത്തിപ്പെട്ടതായ നിരർത്ഥകതയാണ് അറിയിക്കുന്നത്. അതിനുള്ള തെളിവുകളാണ് ഇവിടെ നിരത്തിയത്. ചരിത്രത്തിൽ ധാരാളം ഉദാഹരണങ്ങൾ ഈ വിഷയത്തിൽ നമുക്ക് വേറെയും കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് സമ്പൂർണ്ണൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് പരിപൂർണതയുടെ വിശേഷണങ്ങൾ. ഒരു ന്യൂനതയുമില്ലാത്ത, എല്ലാ നിലക്കും സമ്പൂർണമായ വിശേഷണങ്ങളും വസ്ഫുകളും ഒത്തവൻ അത് മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖത്താണ് മുറിവ് വീണത്. ഒരു മനുഷ്യൻ ഏറ്റവും ആദരപൂർവ്വം കൊണ്ട് നടക്കുന്ന ശരീരാവയവമാണ് അവിടുത്തെ തിരുമുഖം, ആ വ്യക്തിയുടെ തിരുമുഖം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് പൊട്ടലേറ്റിട്ടുണ്ട് എങ്കിൽ, ആ തിരുമുഖത്ത് ഉള്ള പല്ലിൽ പൊട്ടിയിട്ടുണ്ട് എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ പോലെ സമ്പൂർണ്ണനല്ല. പരിപൂർണതയുടെ എല്ലാ വിശേഷണങ്ങളും ഒത്തവൻ, അവൻ ഖാലിഖ് മാത്രമാണ്. മഖ്ലൂഖായവർ ആരും അങ്ങനെ ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശേഷ ഉഹുദ് പഠിപ്പിക്കുന്നത് ആ ഒരു പാഠമാണ്. അതുകൊണ്ടാണ് ഉഹുദുമായി ബന്ധപ്പെട്ടുള്ളതായ അസറുകൾ നമ്മൾ കൂടുതൽ കേട്ടത്. മരണം വരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിൽ ഏതാനും സമയം ശേഷിക്കവേ നടന്ന ഒരു ചരിത്ര സംഭവം സഹീഹുകൾ റിപ്പോർട്ട് ചെയ്തത് ഈ സന്ദർഭത്തിൽ ഏറെ ശ്രദ്ധേയമാണ്. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ? മരണവേളയിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലതും പറയുന്നുണ്ട് വസിയത്തായിട്ട്. റസൂലുള്ളാഹി ദുആ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുപോലെ കേൾക്കാൻ കഴിയുന്നില്ല ആയിഷ റളിയല്ലാഹു അൻഹക്ക്. അവരുടെ കാത് റസൂലുള്ളാഹിന്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുകയാണ്, തിരുനബി പറയുന്നത് കേൾക്കാൻ. അപ്പോൾ റസൂലുള്ളാഹിന്റെ വസിയത്ത് അസ്വല വമാ മലക്കത ഐമാനുക്കും, നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം, അടിമകളുടെ കാര്യം നിങ്ങൾ സൂക്ഷിക്കണം. അന്നിസ വമാ മലക്കത ഐമാനുക്കും, സ്ത്രീകളെ നിങ്ങൾ സൂക്ഷിക്കണം. സ്ത്രീകളുടെ വിഷയത്തിൽ അള്ളാഹിനെ സൂക്ഷിക്കണം, അടിമകളുടെ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹുമ്മ അർഹംനി, അല്ലാഹുമ്മ അൽഹിഖ്നി ബിർറഫീഖിൽ അഅല. ഇത് റസൂലുള്ളാഹിന്റെ ദുആകളാണ്. അല്ലാഹുമ്മ മഅല്ലദീന അൻഅംത അലൈഹിം അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സക്കറാത്ത്. ഇതൊക്കെ ഉമ്മത്തികൾക്ക് പാഠമാകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടാണ് മരണവേളയിൽ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒച്ച ഉയർത്തി അത് പറയാൻ കഴിയാതെയാണ് റസൂലുള്ളാഹി കിടക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ തിരുനബിയുടെ ആ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഉസാമ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചുണ്ട് അനക്കി ദൃഷ്ടി ആകാശത്തിലേക്ക് ഉയർത്തിയ സന്ദർഭം, എനിക്ക് വേണ്ടി റസൂലുള്ളാഹി ദുആ ചെയ്യുകയായിരുന്നു എന്നാണ് ആ രംഗം വീക്ഷിച്ച് ഉസാമ റളിയല്ലാഹു അൻഹു പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹിന്റെ അവസ്ഥ നോക്കി നിങ്ങൾ. മാത്രമല്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരൻ അബ്ദുറഹ്മാൻ മിസ്വാക്ക് ചെയ്തു വരികയാണ്. അപ്പം മിസ്വാക്ക് ചെയ്തു വരുമ്പോൾ റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെയ്തിയായിരുന്നു മിസ്വാക്ക് ചെയ്യൽ. എപ്പോഴും റസൂലുള്ളാഹി മിസ്വാക്ക് ചെയ്യും. അപ്പോൾ ആ മിസ്വാക്ക് കണ്ടപ്പോൾ മിസ്വാക്കിലേക്ക് നോക്കും, എൻ്റെ മുഖത്തേക്കും നോക്കും, മാറി മാറി നോക്കും. ഇതാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത്. അപ്പോൾ ആയിഷമ്മ റസൂലുള്ളാഹിൻ്റെ ഈ നോട്ടം മിസ്വാക്കിലേക്ക് നോക്കും, ആയിഷമ്മയുടെ മുഖത്തേക്ക് നോക്കും. അപ്പോൾ ആയിഷമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണോ? അപ്പോൾ അതേ എന്ന് ആംഗ്യം കാണിച്ചു എന്നാണ്. അപ്പോൾ ആ മിസ്വാക്ക്, അല്ലെങ്കിൽ എനിക്ക് മിസ്വാക്ക് ചെയ്യണം ആയിഷ എന്ന് പോലും പറയാൻ റസൂലുള്ളാഹിക്ക് കഴിയണില്ല.
മരണാസന്നനായി കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ആയിഷമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മിസ്വാക്ക് ചെയ്യണം? അപ്പോൾ അതേ എന്ന് ആംഗ്യം കാണിക്കുകയാണ്. അതേ എന്ന് പോലും പറയാൻ കഴിയാത്ത വിധമാണ് റസൂലുള്ള കിടക്കുന്നത്. എന്നിട്ട് ആയിഷമ്മ പറയണം, അപ്പോൾ അബ്ദുറഹ്മാൻ്റെ കയ്യിൽ നിന്ന് മിസ്വാക്ക് വാങ്ങി, അതിൽ അബ്ദുറഹ്മാൻ ഉപയോഗിക്കാത്ത മിസ്വാക്കിൻ്റെ മറ്റേ അറ്റം ഞാൻ എൻ്റെ പല്ലുകൊണ്ട് ചതച്ചരക്കുകയും എന്നിട്ട് അത് പാകപ്പെടുത്തുകയും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിസ്വാക്ക് ചെയ്തു കൊടുക്കുകയും ഉണ്ടായി. എൻ്റെ ഭാഗ്യം എന്ന് പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന സമയത്ത് തിരുനബിയുടെ വായിൽ എൻ്റെ ഉമിനീരാണ് ചേരുകയുണ്ടായത് എന്നൊക്കെ ആയിഷമ്മ പറഞ്ഞ് കാണാൻ സാധിക്കും. ഇവിടെ നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണാസന്നനായി കിടക്കുമ്പോൾ തിരുനബിയുടെ നിസ്സഹായാവസ്ഥയാണ് ചരിത്രം നമുക്കായി ഓതി തന്നത്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ വിവരിച്ചു തന്നത്. അങ്ങനെയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടതിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദം സന്തതികളുടെ സയ്യിദാണ്, സയ്യിദ് വലദി ആദം, അല്ലെങ്കിൽ അന സയ്യിദ് ഉൽദി ആദം എന്ന് പറഞ്ഞ് വിപൽഘട്ടങ്ങളിൽ ആശ്രയിക്കുവാനുള്ള, അഭയം തേടാനുള്ള, ആവശ്യങ്ങൾ പറയുവാനുള്ള, മുറാദുകൾ അവതരിപ്പിക്കുവാനുള്ള വ്യക്തിത്വമാണെന്ന് പറഞ്ഞ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ, രോഗം മാറുവാൻ, ദുരിതം നീങ്ങുവാൻ, നഷ്ടപ്പെട്ടത് വീണ്ടു കിട്ടുവാൻ, ക്ലേശം പോയി പോകുവാൻ, നല്ല ജോലി നേടുവാൻ, സുഖപ്രസവമുണ്ടാകുവാൻ, അതേപോലെ തന്നെ വിവിധങ്ങളായ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുവാൻ, ഉദ്ദിഷ്ട ലക്ഷ്യങ്ങൾ പ്രാപിക്കുവാൻ ഒക്കെ തേടുക, വിളിക്കുക എന്ന് പറഞ്ഞാൽ അത്തരം മനുഷ്യന്മാർ എത്രമാത്രം അപകടത്തിലും അധോഗതിയിലുമാണ് ആപതിച്ചിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അപ്പോൾ ഈ ഒരു അധ്യായം ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ഇவ்விധം നൽകിയതിൽ അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും യുക്തിയും നന്നായി ബോധ്യപ്പെടുന്നു. ഏതായാലും ഈ അധ്യായം അറിയിക്കുന്നത് അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെടുന്നു. അവർ ആരാധിക്കപ്പെടുമ്പോൾ ആരാധിക്കുന്നവരെത്തിപ്പെട്ട ഷിർക്കിൻ്റെ നിരർത്ഥകത, അതാണ് ഈ അധ്യായം അറിയിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ മറ്റൊരു അധ്യായം നമുക്ക് തുടർന്ന് വിശദീകരിക്കാം. ഹക്ക് ഹക്കായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിൻ്റെ ആളുകളിൽ നിന്ന് വിട്ടകന്ന് കഴിയുവാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു ഈ ഉമ്മത്തിന് ഈ സത്യദീനിൽ ഹിദായത്തും ഇസ്തിഖാമത്തും കരിയുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.